ചെയ്യാനാണോ? പണിക്കരേട്ട ഇത് കണ്ടോ, നമ്മൾ തമ്മിൽ ഒരാഴ്ച അകന്ന് താമസിക്കുന്നു. അതല്ലേലും നമ്മൾ മനസ്സുകൊണ്ട് അകന്നാണല്ലോ താമസിക്കുന്നത്. പണിക്കരേട്ടന്റെ കാര്യം എന്തുകൊണ്ട് നിങ്ങളുടെ ഭാരഫലത്തിനെക്കാട്ടും നല്ലതാ എന്റെ ഭാരഫലം. നിങ്ങളുടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? എന്നതാ? അധ്വാനിച്ച പണം മുഴുവൻ ചെലവായി പോകുന്നു. അത് പിന്നെ ഇന്നലെ നീ എന്റെ പോക്കറ്റിൽ നിന്ന് 200 രൂപ അടിച്ചു മാറ്റിയപ്പോഴേ എനിക്ക് മനസ്സിലായി. 200 രൂപ? ഞാൻ ഇന്നലെ ഒരു 500 രൂപ ചോദിച്ചില്ലേ കാഞ്ചീപുരം സാരി മേടിക്കാൻ, എന്നിട്ട് നിങ്ങൾ എനിക്ക് തന്നോ? അതെങ്ങനെയാ കയ്യിലുണ്ടായിട്ട് വേണ്ടേ ഇങ്ങനെ ഒരു ദരിദ്രവാസി? സത്യം പറഞ്ഞാൽ നിനക്ക് സാരി വാങ്ങാനായിട്ട് ഞാനൊരു 500 രൂപ വെച്ചിരുന്നതാ. ആ കാശ് എടുത്ത് ഞാനൊരു കണ്ണട അങ്ങ് വാങ്ങി. ഈശ്വര, 500 രൂപയ്ക്ക് കണ്ണട മേടിച്ചോ? ആ കാശ് കൊണ്ട് എന്തൊക്കെ ചെയ്യാമായിരുന്നു? ഫേഷ്യൽ ചെയ്യാമായിരുന്നു, സ്കിൻ ബാത്ത് ചെയ്യാമായിരുന്നു, ഹെന്ന ചെയ്യാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ആ 500 രൂപ കൊണ്ട് ഒരു പൊട്ട കണ്ണട വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു. എടി, ഇത് സാധാരണ കണ്ണടയല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? ഈ കണ്ണടയിലൂടെ ആരെ നോക്കുന്നോ അവർക്കൊരു 10 വയസ്സ് കുറവേ തോന്നിക്കുന്നുള്ളൂ. എങ്ങനെ എങ്ങനെ എങ്ങനെ? ഉദാഹരണത്തിന് ഞാനിപ്പോ ഈ കണ്ണടയിലൂടെ നിന്നെ നോക്കിയാ നിനക്കൊരു 10 വയസ്സ് കുറവായിട്ട് തോന്നും. അയ്യോ സത്യം? എന്നാ പണിക്കരേട്ടന് ഇത് നേരത്തെ പറയാൻ മേലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു 1000 രൂപയുടെ കണ്ണടയെങ്കിലും മേടിക്കേണ്ടതായിരുന്നു. എടി കമലു, നീ അറിഞ്ഞോ? എന്തുവാ? ഇന്നലെ നമ്മുടെ സൂസിയുടെ വീട്ടിൽ കള്ളം കയറി. എന്നിട്ട് 50 പവനാ ഓടിച്ചോണ്ട് പോയത്. ഈശ്വരാ, ആ കള്ളൻ നമ്മുടെ വീട്ടിൽ കയറഞ്ഞത് ഭാഗ്യമായി. ഇവിടെ ആകെ കൊണ്ടുപോകാൻ 1.5 പവനല്ലേ ഉള്ളൂ. ആകെ നാണം കെട്ട് പോയനെ. ഈശ്വര, ഇനി എന്നാണാവോ നമ്മളുടെ വീട്ടിൽ ഒരു കള്ളം കയറി ഒരു 500 പവൻ മോട്ടിച്ചോണ്ട് പോകുന്നത്? അങ്ങനെയാവുമ്പോ എന്റെ ഫോട്ടോയും പേരും ഒക്കെ പത്രത്തിൽ വരുമല്ലോ. അപ്പൊ എനിക്ക് ക്ലബിൽ മിസ്സസ് ജോണിനോടും മിസ്സസ് തോമസിനോടും മിസ്സസ് ആൽബർട്ടിനോടും ഒക്കെ പറയാം. അപ്പൊ അവര് ഞാൻ നടന്നു പോകുമ്പോ എന്താ പറയാന്നറിയോ? ഈ മിസ്സസ് പണിക്കരുടെ വീട്ടിൽ നിന്ന് 500 പവൻ മോട്ടിച്ചത്, 500 പവൻ മോട്ടിച്ചത്. എനിക്ക് എന്തൊരു വെയിറ്റ് ആയിരിക്കും. നീ എന്തൊക്കെയാ പറയുന്നത് എന്റെ കമലോ? അല്ലെങ്കിൽ വേണ്ട പണിക്കരേട്ടാ, നമുക്കൊരു സെക്യൂരിറ്റിയെ നിർത്തിയാലോ? സെക്യൂരിറ്റിയോ? ഒരു ഗൂർഖ. എന്തിനാ ഗൂർഖ? അപ്പൊ കള്ളം കേറില്ലല്ലോ. അതിനിവിടെ കള്ളം കേറിട്ട് വല്ല എടുത്തോണ്ട് പോവാൻ വേണ്ടേ കമലോ? അത് തന്നെയാ പറഞ്ഞത്. ഈ പണിക്കരേട്ടന് ഒരു ബുദ്ധിയില്ല. എന്റെ പണിക്കരേട്ടാ, കള്ളം കേറിട്ട് ഇവിടെ ഒന്നും എടുത്തോണ്ട് പോവാനില്ല എന്ന് പറയുന്നതിൽ നല്ലതല്ലേ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് ഇവിടെ കള്ളം കേറിയില്ല എന്ന് പറയുന്നത്? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഹലോ ഹലോ, ആരാണ്? പണിക്കരേട്ട ഉണ്ണിയാണേ. എന്താ ഉണ്ണി? അല്ല, പണിക്കരേട്ടനോട് ഞാനൊരു 10,000 രൂപ കടം ചോദിച്ചിട്ടുണ്ടായില്ലേ? 10,000 രൂപ. അതെന്തായി പണിക്കരേട്ടാ? നീങ്ങ പോര്, ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ പണിക്കരേട്ട. ഓക്കെ. എന്റെ പണിക്കരേട്ട, പണിക്കരേട്ടൻ എന്ത് പണിയായി കാണിച്ചേ? 10,000 രൂപ കടം കൊടുക്കാനോ? അല്ല, ഞാനില്ലാത്തതെല്ലാം കൂടെ ഒന്ന് പറക്കിക്കൂട്ടി ഒപ്പിച്ച് ഒപ്പിച്ച് ഞാൻ ചോദിക്കുമ്പോ മാത്രം നിങ്ങളുടെ കൈ കാശില്ലല്ലേ? അല്ല, അവൻ ആദ്യമായിട്ടൊന്ന് ചോദിച്ചതല്ലേ കമലു? എന്റെ പണിക്കരേട്ട, ഈ കാശിന്റെ കാര്യത്തിൽ ആരെയും വിശ്വസിക്കരുത്. എല്ലാരും പറയാറുണ്ട്, പക്ഷെ ഞാൻ അവനങ്ങ് വാക്ക് കൊടുത്തു പോയല്ലോ കമലു. എന്റെ പണിക്കരേട്ട, ഈ കാശ് കൊടുക്കാതിരിക്കാൻ നമ്മളിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ഒരു ബുദ്ധി പ്രയോഗിച്ചാലോ? നിന്റെ തലയിൽ എന്തെങ്കിലും ഒരു കുരുട്ട് ബുദ്ധി വരാതിരിക്കില്ല. ഒരു പണി ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വഴക്കിട്ടാലോ? അതെന്നും ഉണ്ടാക്കണതല്ലേ? അതല്ലെന്ന്, നമ്മൾ പൈസ പൂട്ടി വെച്ചിരിക്കുന്ന അലമാരിയുടെ താക്കോല് കാണാനില്ലെന്ന് പറഞ്ഞ് നമുക്ക് വഴക്കിടാം. അത് കൊള്ളാം. അപ്പൊ നമ്മള് കാശ് കൊടുക്കാൻ തയ്യാറായെന്നുമായി കാശ് കൊടുക്കുകയും വേണ്ട. അത് കൊള്ളാം. ഹലോ പണിക്കരേട്ടോ. എന്റെ പണിക്കരേട്ടാ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇന്നലെ അലമാരയുടെ താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെയാ തന്നത്. ഏത് താക്കോല്? ഏത് താക്കോല്? അത് ഞാൻ നിന്റെ കയ്യിലാ തന്നത്. കല്ല് വെച്ച നുണ പറയരുത് കേട്ടോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിങ്ങളുടെ കയ്യിൽ തന്നെയാ തന്നത്. ആ താക്കോല് ഞാൻ നിനക്ക് തിരിച്ചു തന്നടി. അയ്യോ, നിങ്ങളുടെ കയ്യിലാ തന്നത്. അല്ല, ചേച്ചിയുടെ കയ്യിലായിരിക്കും താക്കോല്. നീ അങ്ങോട്ട് മാറി. എന്റെ കമലാക്ഷി. കമലാക്ഷി അല്ല, കമലോ കുമലോ എന്തെങ്കിലും ആവട്ടെ, ആ താക്കോല് ഞാൻ നിന്റെ കയ്യിൽ തന്നു. അല്ല, നിങ്ങളുടെ കയ്യിലാ താക്കോല്. അല്ല പണിക്കരേട്ടാ, ഈ താക്കോല് എന്റെ ഉണ്ണി ഒന്നങ്ങോട്ട് മാറി. ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. അങ്ങനെയെങ്കിലും നിന്റെ തനി സ്വഭാവം ഇങ്ങോട്ട് പോരട്ടെടി, പോരട്ടെ. അത്രയ്ക്കായോ? നിങ്ങളെ ഇന്ന് ഞാൻ ഈ ചെരുപ്പ് വെച്ച് തലക്കിട്ട് അടിക്കും. അയ്യോ ചേച്ചി, ചെരുപ്പ് വെച്ചറിയില്ല, ഹീലുള്ളതാ, മോന്ത തുളഞ്ഞു പോവും. ചേച്ചി, നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കൽ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്ന്. കിട്ടിപ്പോയി, വടി കിട്ടിപ്പോയി. ഈ വടിക്ക് നിന്നെ ഞാൻ അടിക്കോടി ഞാൻ. അത്രയ്ക്കായോ? എന്റെ പണിക്കരേട്ട വെറുതെ അലമ്പുണ്ടാക്കില്ല. അല പൊളിഞ്ഞു. പണിക്കരേട്ട പിടിക്കില്ല, പിടിക്കില്ല. പൊന്നി ചേച്ചി, എന്റെ പേരിൽ നിങ്ങൾ വഴക്കൂടില്ല, സമാധാനം ഉണ്ടാക്കാം. ഇന്ന് ആ താക്കോല് കണ്ടുപിടിച്ചിട്ട് ഉണ്ണിച്ചിന് തരാനുള്ള 10,000 രൂപ തന്നിട്ട് നിങ്ങൾ നമ്മൾ വെറുതെ വഴക്കൂടല്ലേ. ഞാൻ കണ്ടുപിടിച്ച 10,000 രൂപ ഉണ്ണിക്ക് ഞാൻ തരുവാ. നിങ്ങൾ നമ്മൾ നിങ്ങൾ എന്തിനാ വെറുതെ എന്റെ പേരിൽ വഴക്കുണ്ടാക്കണേ? എനിക്ക് കാശ് വേണ്ട, ഞാൻ പൊക്കോളാം. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഉണ്ണിച്ചിന് ഞാൻ കാശ് തരും. എടാ ഉണ്ണി, താക്കോല് കണ്ടുപിടിച്ച് നിനക്ക് തരാന്ന് പറഞ്ഞ 10,000 രൂപ ഞാൻ തരുവാ. എനിക്ക് വേണ്ട ചേട്ടാ. ഞങ്ങള് തരാന്ന്. വേണ്ടെന്ന് പറഞ്ഞു.
പറഞ്ഞില്ലേ ഉണ്ണി അവിടെ നിൽക്ക 10,000 രൂപ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ പോയി മണിക്കരേട്ടാ പോയി. അടിപൊളി. ഏതായാലും ഞാനൊരു ഉഗ്രൻ അഭിനേതാവാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്റെ ബുദ്ധി ഇല്ലായിരുന്നേ കാണായിരുന്നു ഇപ്പൊ ഉണ്ണിച്ച 10,000 രൂപയും കൊണ്ട് പോകുന്നത്. എന്നാലും എന്നെ സമ്മതിക്കണം, എന്തൊരു അഭിനയമായിരുന്നു. അഭിനയം അതെ, ഞാൻ ആ ഹീൽസ് ഉള്ള ചെരുപ്പ് എടുത്തിട്ട് പണിക്കരേട്ടനെ തലക്കിട്ട് അടിക്കുന്ന പോലെ കാണിച്ചിട്ട് അടിക്കാതെ അടിച്ച അടി എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഉഗ്രനായിരുന്നു. എന്നാ ഞാൻ ആ വടിയെടുത്ത് നിന്റെ തല കടിക്കണ പോലെ ഓങ്ങിയിട്ട് അടിക്കാതെ അടിച്ച എന്റെ ആ ആക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അത് സൂപ്പർ അല്ലായിരുന്നു? അതൊന്നും അല്ല സൂപ്പർ. ഞാൻ ആ ചൂലും കെട്ട് എടുത്തിട്ട് നിങ്ങളെ കുത്താൻ പോലെ ഓങ്ങിയിട്ട് കുത്താതെ കുത്തിയ കുത്തെങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. പണിക്കരേട്ടാ ഞാൻ പോണെന്ന് പറഞ്ഞിട്ട് പോണ പോലെ കാണിച്ചിട്ട് പോകാതെ ഒളിച്ചു നിന്ന നിപ്പെങ്ങനെ ഉണ്ടായിരുന്നു? Is it true? Yes.